വെൽക്കം ടു ഗ്രേഡിയൻറ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ലേറ്റായി പോയി, കാരണം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ജോഗ്രഫിയിലെ വെതർ ആൻഡ് ക്ലൈമറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ചാപ്റ്ററായിട്ടുള്ള ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് നാലാമത്തെ ചാപ്റ്ററിലാണ്, കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ കൺസ്യൂമർ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ വരാൻ പോകുന്ന ടേം 1 എക്സാമിനേഷന് വേണ്ട ജോഗ്രഫി സബ്ജക്റ്റിലെ ടോപ്പിക്കുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നോട്ടുകളും പിന്നെ അതിനുശേഷം ഷോർട്ട് നോട്ടുകളും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക, മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ എന്ത് ചെയ്യാം, നോട്ട്സും കാര്യങ്ങളൊക്കെ സമയം പോലെ അയച്ച് തരാം. അപ്പോൾ ടോപ്പിക്കുകൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അല്ലേ, ജോഗ്രഫി കംപ്ലീറ്റ് ആകുന്നു, ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി, ഫിസിക്സ് കംപ്ലീറ്റ് ആയി, കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. കെമിസ്ട്രിയിലാണെങ്കിൽ ഒരു ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ആവും. പിന്നെ ബയോളജി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് 10ാം ക്ലാസ്സിൽ കുറേ ടോപ്പിക് ഉണ്ടായിരുന്നു മുന്നത്തെ, അതുപോലെ 9ലും ഉണ്ടായിരുന്നു. 2ൽ നിന്നും കിട്ടാവുന്ന അത്രയും ചോദ്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ആവുന്നില്ല. അത് നമ്മൾ ഇനി അല്ലാതെ തന്നെ പഠിക്കണം. മോഡൽ ചോദ്യങ്ങൾ ഞാൻ മാക്സിമം എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്നതെല്ലാം ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, സോ ഇനിയും വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്ന ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണ് എന്നാണ് നിങ്ങളിവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നേരെ പോവുകയാണ്. ചാപ്റ്റർ നല്ലോണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ നോക്കാം. നെയിം ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് അല്ലേ. കണ്ടൻസേഷൻ ആരംഭിക്കുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? അത് ഡ്യൂ പോയിന്റ് എന്നാണ്. എന്താണത്? ഡ്യൂ പോയിന്റ്. അപ്പോൾ ഡ്യൂ പോയിന്റ് നമുക്കിപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ടില്ല. നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരും. കണ്ടൻസേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് സാച്ചുറേഷൻ പോയിന്റ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ സാച്ചുറേഷൻ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. സാച്ചുറേഷൻ ലെവൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിലുള്ള എയർ മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എത്തുന്ന ആ ഒരു സമയമാണ് സാച്ചുറേഷൻ ലെവൽ. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഹ്യൂമിഡിറ്റിയെ നമ്മൾ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ. സാച്ചുറേഷൻ ലെവലാകുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഏതാണ്ട് 100% അടുക്കും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്യൂ ആൻഡ് ഫ്രോസ്റ്റ്? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഡ്യൂ എന്താണ്, ഫ്രോസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡ്യൂവിൻ്റെ ഡെഫിനിഷനും അറിയാം, ഫ്രോസ്റ്റിൻ്റെ ഡെഫിനിഷനും അറിയാം. അത് രണ്ടും അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, അവിടെ വെറുതെ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് വേണ്ടാത്ത കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്യൂവും ഫ്രോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ എന്താണ് ഡ്യൂ, എന്താണ് ഫ്രോസ്റ്റ്, അതങ്ങ് എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും അല്ലേ. ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ രാത്രി കാലങ്ങളിൽ തണുക്കുമ്പോൾ അവിടെയുള്ള വാട്ടർ വേപ്പർ വാട്ടറായിട്ട് മാറുന്നതിന് ഡ്യൂ എന്നും, ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് താഴെ പോകുമ്പോഴാണ് എന്താകുന്നത്, ഫ്രോസ്റ്റ് ആവുന്നതും. അതങ്ങ് എഴുതി വെച്ചാൽ മതി, ഇവിടെ കിട്ടിക്കോളും മാർക്ക്. അടുത്ത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ? എവിടെ എന്ത് ചെയ്താൽ മതി, ഡിഫറൻസ് എന്ന് കണ്ട് പേടിക്കേണ്ട, രണ്ടിൻ്റെ ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. മാക്സിമം മൈനസ് മിനിമം ആണ് ഡൈയൂർണൽ റേഞ്ച് എന്ന് പറയുന്നത്, മാക്സിമം പ്ലസ് മിനിമം ബൈ 2 ആണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഉത്തരങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ഉത്തരങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് ആലോചിച്ച് അങ്ങോട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഈ ടോപ്പിക്ക് ടെക്സ്റ്റ് ബുക്കിൽ എവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു ടിക്ക് മാർക്ക് ഇട്ടങ്ങ് വെച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആൻസർ കൂടെ PDF-നകത്ത് ആഡ് ചെയ്യാത്തത്. അടുത്ത, വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഈസ് ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഓൾട്ടിറ്റ്യൂഡ് ആണ്. വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ ഉണ്ട്, റിലീഫ് ഉണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഫാക്ടേഴ്സുകൾ ബാക്കിയുള്ളതോടെ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഞാൻ നോട്ടിനകത്ത് പ്രത്യേകം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം വന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ ഫെമിലിയർ ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ അതർ 2 ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. മഴയല്ലാത്ത 2 പ്രസിപ്പിറ്റേഷൻ ഏതൊക്കെയാണ്? മഞ്ഞ് വീഴ്ചയും ഹെയിൽ സ്റ്റോണും ആണ് അല്ലേ. സ്നോഫോളും ഹെയിൽ സ്റ്റോണും ആണ്. രണ്ടും എന്താണ്, മാർക്ക് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇവിടെ 2 മാർക്കോ 1 മാർക്കോ ഒക്കെ ആണെങ്കിൽ പേര് മാത്രം എഴുതിയാൽ മതി. ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ വെറുതെ സമയം കളയരുത്. സോഷ്യൽ പരീക്ഷയ്ക്ക് സമയം ഭയങ്കര കുറവായിരിക്കും അല്ലെ. ഹിസ്റ്ററിയൊക്കെ നമുക്ക് കുറേ എഴുതാനുണ്ടാവും. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ മാർക്ക് നോക്കി മാത്രം ഉത്തരം എഴുതുക. On the basis of their formation, clouds can be classified into 4. What are they? 4 തരം ക്ലൗഡ്സ് ഏതൊക്കെയാണ്? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ഫീച്ചേഴ്സ് കൂടെ എഴുതുക. സിറസ് എന്ന് വെച്ചാൽ എന്താണ്, ഫെദർ ലൈക്ക് ആണ്. സ്ട്രാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ കാണുന്നു. കോട്ടൺ മണ്ഡലമാണ് കാണുന്ന ക്യുമുലസ്, മഴ പെയ്യ്ക്കുന്ന നിംബസ്. ഒരു ലൈനിൽ അങ്ങ് ഒതുക്കാൻ നോക്കുക. ഓക്കെ,
എൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് ഇങ്ങനെ മാക്സിമം പോയിൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ലോക്കൽ വിൻഡ് ദാറ്റ് ബ്ലോ ടുവേർഡ്സ് ദ സദേൺ വാലി ഓഫ് ആൽപ്സ് മൗണ്ടൻ്റെ സദേൺ വാലി കാണുന്ന ഏതാണ്? ഫൊൻ ആണ് അല്ലേ, ഫൊൻ. ഓക്കെ, അപ്പോൾ ലോക്കൽ വിൻഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് കോസസ് ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൺസൂണിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും മൺസൂണിൻ്റെ ഫോം ചെയ്യുന്ന ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആക്കി പഠിക്കാനില്ല, എങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന്, കോറിയോളിസ് ഫോഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സണ്ണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഇത് മൂന്നും പോയിൻ്റ് ആയിട്ടില്ലെങ്കിലും ഇതിനെപ്പറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഒന്ന്, കോറിയോളിസ് ഫോഴ്സ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, അതുപോലെ തന്നെ എന്താണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ, മൂന്നും കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? മൺസൂൺ വിൻഡ് ഉണ്ടാവുന്നത്. ഡിഫൈൻ ദ ഫോളോയിങ്. ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. രാവിലെ സമയത്ത് ലാൻഡ് പെട്ടെന്ന് ചൂടാകുമ്പോൾ ലാൻഡിൽ നിന്ന് ലാൻഡ് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ലാൻഡ് പെട്ടെന്ന് ചൂടാകുമ്പോൾ അവിടുത്തെ കാറ്റ് ഉയർന്ന് മോളിൽ പോവും. സോ ഇവിടെ ലോ പ്രഷർ ആവും. കടലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആയിരിക്കും. ഹൈയിൽ നിന്ന് ലോയിലോട്ട് രാവിലെ കടലിൽ നിന്ന് അടിക്കുന്ന കാറ്റ് സീ ബ്രീസ്. രാത്രി നേരെ ഓപ്പോസിറ്റ് അല്ലേ, കരയിൽ നിന്ന് കാറ്റ് അങ്ങോട്ട് പോകും, അതിനെ ലാൻഡ് ബ്രീസ് എന്നും വിളിക്കും. വ്യത്യാസം 2 പോയിന്റിൽ നിങ്ങൾ എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് റിലേറ്റഡ് ടു ട്രേഡ് വിൻഡ് വെസ്റ്റേർലീസ് ആൻഡ് വിച്ച് ആർ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ട്രേഡ് വിൻഡ് വെസ്റ്റേർലി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ട് വീശുന്ന ട്രേഡ് വിൻഡ്. അതുപോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ട് വീശുന്ന കാറ്റാണ് വെസ്റ്റേർലീസ്. ആ 2 പോയിന്റ് ബ്രീഫ് നോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 പോയിന്റും എങ്കിലും മിനിമം എന്ത് ചെയ്യുക? അവിടെ എഴുതി വയ്ക്കുക. നമ്മൾ ടേബിളിനകത്ത് പഠിച്ച കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് അല്ലേ. വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രഷറിൻ്റെ വ്യത്യാസം. പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടിക്കഴിഞ്ഞാൽ വിൻഡിൻ്റെ വെലോസിറ്റിയും കൂടും. കോറിയോളിസ് ഫോഴ്സ് ഡയറക്ഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയറൽ ഒബ്ജക്റ്റുകൾ അതിൻ്റെ വലത്തോട്ടും സദേൺ ഹെമിസ്ഫിയറൽ ഒബ്ജക്റ്റ് അത് മൂവ് ചെയ്യുന്നതിൻ്റെ ഇടതുവശത്തോട്ട് ബെൻഡ് ചെയ്യും. അതിനാണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ എന്താണ്? കടലിൻ്റെ ഭാഗത്ത് വെലോസിറ്റി കൂടുതലും കരയുടെ ഭാഗത്ത് വെലോസിറ്റി കുറവായിരിക്കും. എന്ത് കാരണം? ഫ്രിക്ഷൻ കാരണം. അപ്പോൾ അങ്ങനത്തെ പോയിന്റ് ഓർത്ത് വെച്ച് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, നെയിം ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റേഡിയേറ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ടു ദ ഔട്ടർ സ്പേസ് അല്ലേ. എന്താണത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ്. ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷൻസ് ആയിട്ട് ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യും? തിരിച്ചു പോകും. കണ്ടോ, 1 മാർക്കാണ്. പേര് മാത്രം എഴുതിയാലും മതി. മെൻഷൻ ദ ടൈം അറ്റ് വിച്ച് മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് റെക്കോർഡ്. ഇപ്പോഴാണ് മിനിമം ടെമ്പറേച്ചർ ആണെങ്കിൽ ജസ്റ്റ് ബിഫോർ ദ സൺറൈസും അല്ലേ, സൺറൈസിൻ്റെ ആ ഒരു സമയത്തും മാക്സിമം ആണെങ്കിൽ ഉച്ചയ്ക്ക് 2 PM എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ? എന്താണ് പ്രസിപ്പിറ്റേഷൻ? മെൻഷൻ ദ 3 ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ അല്ലേ. അറ്റ്മോസ്ഫിയറിൽ വാട്ടറിൻ്റെ സാച്ചുറേഷൻ കൂടുമ്പോഴത്തേക്കും ആ വാട്ടർ ഡ്രോപ്പിന് അവിടെ നിൽക്കാൻ പറ്റാതെ ഭൂമിയിലോട്ട് വരുന്നതിന് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. ഏതൊക്കെയാണ്? റെയിൻഫോള്, ഹെയിൽ സ്റ്റോണ്, സ്നോഫോൾ, 3 എണ്ണം. എക്സ്പ്ലെയിൻ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഡെയിലി മീൻ ടെമ്പറേച്ചർ. റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണല്ലോ, മനസ്സിലായല്ലോ. എക്സ്പ്ലെയിൻ 3 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. റിപ്പീറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ സെയിം ചോദ്യം നോക്കി. ഡിസ്ക്രൈബ് എനി 3 ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. അതും നമ്മൾ എന്ത് ചെയ്തു? വന്നിട്ടുണ്ട്. സോ ഈ ടോപ്പിക്കുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും പഠിക്കണം എന്നാണ് നിങ്ങളിവിടുന്ന് മനസ്സിലാക്കേണ്ടത്. പിക്ചർ എന്നിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, അഡ്വെക്ഷൻ ആണ്. മുകളിലോട്ട് പോയിരിക്കുന്ന മൂവ്മെൻറ്റ് എന്താണ്? അത് കൺവെക്ഷൻ ആണ്. ഓക്കെ, എന്താണ് കൺവെക്ഷൻ? സോ അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇവിടുത്തെ ചോദ്യം നോക്കിയേ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ്? ഐസോ തേംസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് സെയിം ഫിഗറാണ്. എന്താണ് ഐസോ തേംസ്? സെയിം ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് ആണ്, സ്മൂത്ത് ലൈൻസ് ആണെന്ന് പറയുന്ന കർവുകളാണ് ഐസോ തേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഐസോ തേംസിൻ്റെ ഓക്കെ റീസൺ, ഓക്കെ ഐസോ തേംസ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്താണ്? ഐസോ തേംസ് ബെൻഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ അല്ലെ. ലാൻഡ് സീയും തമ്മിലുള്ള ഹീറ്റിംഗ് ഡിഫറൻസ് ആണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. ദ പാറ്റേൺ ഓഫ് ഐസോതേംസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഈസ് ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ. വൈ? കാരണം സദേൺ ഹെമിസ്ഫിയറിൽ സീ ആണ് കൂടുതൽ, അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയർ ലാൻഡ് കൂടുതലാണ്, അതുകൊണ്ട് എന്ത് പറ്റും? ഇത്തരം ബെൻഡിങ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അടുത്ത വ്യത്യാസം ചോദിച്ചിട്ടുള്ളത് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾക്കറിയാം. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഓരോ എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടൻറ്റിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിട്ട് അല്ലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു
ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടുന്നത്. ഓക്കെയാണ്, സെറ്റാണ്. അടുത്ത ഐഡൻറ്റിഫൈ ദ ക്ലൗഡ്സ് ഫ്രം ദ ഫോളോയിങ് അല്ലേ. അപ്പിയേഴ്സ് എ തിക്ക് ലെയർ ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ, സ്ട്രാറ്റസ് ക്ലൗഡ് ആണ്. ഡാർക്ക് റെയിൻ ക്ലൗഡ് എന്ന് പറയുന്നത് നിംബസ് ആണ്. ഫെദർ ലൈക്ക് ക്ലൗഡ് എന്ന് വെച്ചാൽ സിറസ് ആണ്, അറിയാം. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ. ഏതൊക്കെയാണ്? ഓറോഗ്രാഫിക് റെയിൻഫോൾ ഉണ്ട്, അതുപോലെ തന്നെ കൺവെക്ഷൻ റെയിൻഫോൾ ഉണ്ട്, സൈക്ലോണിക് റെയിൻഫോളും ഉണ്ട്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ വീണ്ടും ഞാൻ പറയുന്നില്ല. ഡ്യൂ ഉണ്ട്, മിസ്റ്റ് ഉണ്ട്, ഫ്രോസ്റ്റ് ഉണ്ട് അല്ലേ. പിന്നെ എന്തുണ്ട്? നമ്മുടെ ക്ലൗഡ്സും ഉണ്ട്. ഫ്രിക്ഷൻ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. മറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? തൊട്ട് മുമ്പ് കണ്ടത്. ലൂ എവിടെയാണ് കാണപ്പെടുന്നത്? നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് കാണപ്പെടുന്നു. ഫൊൻ എവിടെയാണ്? ആൽപ്സ് മൗണ്ടൻ്റെ ഭാഗത്ത് കാണപ്പെടുന്നു. സഹാറയിൽ കാണുന്നത് ഹെർമാറ്റാൻ എന്ന് പറയുന്ന വിൻഡാണ്. റോക്കി മൗണ്ടൻസിൽ കാണുന്നത് എന്താണ്? അത് ചിനൂക്കാണ്. സോ ലോക്കൽ വിൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിലെ ബിയും എയും ഏതെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, എന്താണ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ റീസണാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് റീസണായിട്ട് പ്രത്യേകിച്ച് പഠിക്കാനില്ല, എങ്കിലും എന്താണ്? എയർ പുറത്തോട്ട് ത്രോ ഔട്ട് ചെയ്യുന്ന കാരണമാണ് എന്ത് പറ്റുന്നത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടാവുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഹാസ് എ നൈറ്റ്മെയർ ഓഫ് ആൻഷ്യന്റ് മറൈനേഴ്സ് ഇൻഫ്ലുവൻസ് ബൈ. പഠിക്കാനില്ല ഇപ്പോൾ, അതുകൊണ്ട് വേണ്ട. ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഇപ്പോൾ പറഞ്ഞു. ഹ്യൂമിഡിറ്റി, സാച്ചുറേഷൻ ലെവൽ, ഡ്യൂ പോയിന്റ് പറഞ്ഞു. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. നാലെണ്ണം നിങ്ങൾക്കറിയാം. ക്ലൗഡ്സ്, ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഏത്? തിക്ക് ലെയർ ഏത്? സ്ട്രോങ് കൺവെക്ഷൻ കാരണം ഉണ്ടാകുന്ന ഏത്? ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഏത്? പറയണ്ടല്ലോ. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? റോക്കി മൗണ്ടൻസിൽ. മാംഗോ ഷവർ നമുക്കിപ്പോൾ പഠിക്കാനില്ല. ഫൊൻ എവിടെയാണ്? ആൽപ്സ് മൗണ്ടനിൽ. ലൂ എവിടെയാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ. ലിസ്റ്റ് ഔട്ട് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. എക്സ്പ്ലെയിൻ ദ 2 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. 4 എഴുതാൻ പറ്റും. അതിൽ ഏതെങ്കിലും രണ്ടിനെ പറ്റി എഴുതാനായിട്ട് പറ്റുമല്ലോ. വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ്? ഇത് ടെറസ്ട്രിയൽ റേഡിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കൺവെക്ഷൻ ആണെന്ന് വിചാരിക്കില്ലേ. കൺവെക്ഷൻ്റെ ഫിഗർ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, വശങ്ങളിൽ നിന്ന് വന്ന് നടുക്കൂടെ മുകളിലോട്ട് പോകുന്നതായിട്ടാണ് കൺവെക്ഷൻ. ഇത് ടെറസ്ട്രിയൽ റേഡിയേഷനാണ് കാണിക്കുന്നത്. ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഐസോതേംസ്, ഡെയിലി മീൻ റിപ്പീറ്റാണ്. ക്ലൗഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ റിപ്പീറ്റാണ്. ഓറോഗ്രാഫിക് റെയിൻഫോളും കൺവെക്ഷൻ റെയിൻഫോളും പഠിച്ചു കഴിഞ്ഞു. എക്സ്പ്ലെയിൻ ഹൗ കോളോയിഡ്സ് ഫോഴ്സ് എഫക്ട് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. അറിയാലോ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടും. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ലോക്കൽ വിൻഡ് ഏതൊക്കെയാണെന്നാണ്. റോക്കി മൗണ്ടനിൽ വീശുന്നത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വീശുന്നത്, ആൽപ്സ് മൗണ്ടനിൽ വീശുന്നത്. ഇത് നമുക്ക് പഠിക്കാനില്ല. സൗത്ത് ഇന്ത്യ മാംഗോ ഷവറാണ്, നമുക്കിപ്പോൾ പഠിക്കാനില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഫോർമേഷൻ ചോദിക്കാൻ ചാൻസ് കുറച്ച് കുറവാണ്. അതിപ്പോൾ ചെറിയ ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പ്ലാനറ്ററി വിൻഡുകൾ, അതായത് നമുക്ക് പ്ലാനറ്ററി വിൻഡ് എന്നല്ല, നമ്മളതിന് വേറെ പേര്. പ്ലാനറ്ററി വിൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഹെഡിങ് എന്തുവാണ്? പെർമനൻറ്റ് വിൻഡ് എന്നാണ് അല്ലേ. പെർമനൻറ്റ് വിൻഡ് എന്നാണ് നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്. എന്താണെന്നറിയാലോ, ഈ പറയുന്ന പ്രഷർ ബെൽറ്റൊക്കെ ഇടയിൽ വീശുന്ന കാറ്റാണ് പെർമനൻറ്റ് വിൻഡ് എന്ന് പറയുന്നത്. തീർന്നു. ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് എനിക്ക് മുൻ വർഷത്തെ ചോദ്യപേപ്പർ തപ്പിയപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ക്ലാസ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ട് പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന ക്ലാസ്സുകളിൽ മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ചോദ്യങ്ങൾ, മോഡൽ ചോദ്യങ്ങൾ അതൊക്കെ ഇട്ട് റിവിഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം എക്സാമിനേഷൻ നല്ല ഭംഗിയായിട്ട് എഴുതി എല്ലാവർക്കും നല്ല മാർക്ക്, നല്ല A+ ഒക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.